ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടും നിരവധി ശുപാർശകൾ ഉണ്ടായിട്ടും മാലിന്യ കൂമ്പാരമായി തുടരുകയാണ് തിരുവനന്തപുരം നഗരസഭയിലെ ആമയിഴഞ്ചാൻ തോട്. കഴിഞ്ഞ മാസം റോബോട്ടിക് സംവിധാനത്തിലൂടെ തോട്ടിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തിരുന്നു. എങ്കിലും മാലിന്യം നിറയുന്നതിന് കുറവൊന്നുമില്ല. നിലവിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നുപോകുന്ന ഭാഗത്ത് ഒഴുക്ക് നിലച്ച അവസ്ഥയിലുമാണ്. ജൂലൈ 14 ആമയിഴഞ്ചാൻ തോടിലെ ഈ ഭാഗത്തെ മാലിന്യം നീക്കുന്നതിനിടെയാണ് മാരായമുട്ടം സ്വദേശി ജോയ് മാലിന്യ കൂമ്പാരത്തിൽ കുടുങ്ങി മരിച്ചത്. 1.5 വർഷം കഴിഞ്ഞിട്ടും ആമയിഴഞ്ചാൻ തോടിലെ സ്ഥിതി വ്യത്യസ്തമല്ല. നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന മാലിന്യം ഈ ഭാഗത്തേക്കെത്തി കുമിഞ്ഞുകൂടുന്നു. ഇതോടെ തോടിന്റെ സ്വാഭാവിക ഒഴുക്ക് നിലയ്ക്കുന്ന സ്ഥിതിയാണ്. നിലവിൽ റെയിൽവേ സ്റ്റേഷൻ പരിധിക്ക് പുറമെയുള്ള ഭാഗത്ത് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റോബോട്ടിന്റെ സഹായത്തോടെ മാലിന്യം നീക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പദ്ധതി വഴി മാത്രം ആമയിഴഞ്ചാൻ തോടിനെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കില്ല. തോടിലേക്കുള്ള മാലിന്യ നിക്ഷേപം തടയുന്നതിന് തോട് പൂർണ്ണമായും മറയ്ക്കുന്ന രീതിയിൽ കമാനവേലി സ്ഥാപിക്കുന്നതിനടക്കമുള്ള തീരുമാനങ്ങൾ ഉണ്ടായെങ്കിലും അതൊന്നും നടപ്പിലായിട്ടില്ല. ആമയിഴഞ്ചാൻ തോടിലെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്നത് മഴക്കാലത്ത് നഗരങ്ങളിൽ പെട്ടെന്ന് വെള്ളക്കെട്ടിന് കാരണമാകാറുണ്ട്. മാലിന്യം നിറഞ്ഞു നിൽക്കുന്നതിനാൽ പകർച്ചവ്യാധികൾ പടരുന്നതിനും ആമയിഴഞ്ചാൻ തോട് കാരണമാകുന്നു. ഇവിടെ തെളിനീരൊഴുകിയില്ലെങ്കിലും മാലിന്യം മൂടാതെ നോക്കേണ്ടത് തലസ്ഥാന നഗരിയുടെ പൊതു ആവശ്യമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.